ഒന്നാമത് ഞാൻ ഭയങ്കര ഒരു ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ എന്താ നമ്മൾ പാടുമ്പോൾ ലാലേട്ടൻ മുണ്ട് മടക്കി അടിക്കുന്നൊരു സംഭവമാണല്ലോ പേമാരി ഇതിൽ തിയേറ്ററിൽ. അപ്പോൾ ഭയങ്കര സ്പെഷ്യലായിരുന്നു, അത് ഗൂസ് ബംസ് മൊമെന്റ് ആയിരുന്നു. ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പേമാരി ഒന്ന് പാടാവോ? പേമാരി ഇവനായേ തായ പോൽ പിടയ് പോയോർ ഒരയെല്ലാമേ നീ വേഗം തിരികെ തായേൻ പുറപ്പെടുന്നേ നോവിൻ ചെരുവിൽ നിന്നേ ചോര പുറപ്പെടുന്നേ. യുവർ നെയിം ഇത്ര ഭയങ്കര ആവുന്നത് തുടരും. അതൊരു പ്രത്യേക പാട്ടും ഒരു ഇതായിരുന്നു. യുവർ വോയിസ് ഓൾസോ വാസ് അങ്ങോട്ട് എങ്ങനെ എത്തിയത്? ലൈക്ക് ജെയ്ക്ക് സാറിനെയും എനിക്ക് ചെന്നൈ വെച്ചിട്ട് തന്നെ അറിയാം. അപ്പോൾ ജെയ്ക്ക് സാറിനും ഈ പറഞ്ഞ പോലെ ഞാൻ മെലഡി സോങ്സ് പാടുക എന്നാണ് സാറും കൂടുതൽ വിചാരിച്ചതെന്ന് തോന്നും. അപ്പോൾ ജെയ്ക്ക് സാർ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ വിളിക്കാമെന്ന് മേ ബി കരുതി കാണും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കവേഴ്സ് പാടി ഇടുമല്ലോ, അപ്പോൾ അങ്ങനെ ഞാൻ ചെന്താമര പൂവിൻ ആ ഒരു സോങ്ങിൻ്റെ കവർ പാടിയിട്ടപ്പോൾ ജെയ്ക്ക് സാറിൻ്റെ മാനേജർ ഉണ്ട്, ഡോൺ വിൻസൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ ഇത് നോട്ടീസ് ചെയ്തിട്ട് ഇന്ന പോലെ ഒരു അനില ഉണ്ട്, വേണമെങ്കിൽ ബേസ് വോയിസ് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ജെയ്ക്ക് സാറിന് അത്ര ഷുവർ അല്ലായിരുന്നു തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നെ പേമാരിയും പിന്നെ തുടരുമിൽ തന്നെ ലാലേട്ടൻ ആ ഒരു ബാത്റൂമിൽ ഇങ്ങനെ വീണിട്ട് ഒരു സീനുണ്ടല്ലോ, അപ്പോൾ അതിൽ ദൈവേ ദൈവേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബിറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഫസ്റ്റ് എന്നെ വിളിച്ച് പാടിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് അവർക്കപ്പോൾ തന്നെ അത് കുഴപ്പമില്ലായിരുന്നു, ഓക്കെ ആയി. പക്ഷെ എനിക്കിതിൻ്റെ ഒരു ഇതെത്ര വലുതാണ് ഈ പ്രൊജക്റ്റ്, ഇതെങ്ങനെയാണ് ഫൈനൽ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അപ്പോഴും ഐ ഡിഡ്ന്റ് ഹാവ് എനി ക്ലൂ. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് നീ തുടരുമ്പിൽ പാടിയിട്ടുണ്ടോ, അതേ പാട്ടിറങ്ങി എന്ന് പറയുമ്പോഴാണ് ഞാൻ എന്ന് അറിയുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഞാൻ അങ്ങനെ എക്സ്പെക്ടേഷൻസ് വെക്കാറുമില്ല, അങ്ങനെ ഫോളോ അപ്പും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ലക്ലി അത് വർക്കൗട്ടായി. ആൻഡ് പേമാരിക്ക് ഹ്യൂജ് അക്സെപ്റ്റൻസ് ആയിരുന്നു എല്ലാ സൈഡിൽ നിന്നും. ആൻഡ് തുടരുമ്പിൽ പേമാരി ഇതും അല്ലാണ്ട് ആ മൂവിയുടെ സ്കോർ ത്രൂ ആയിട്ട് കുറേ ബിറ്റ്സ് പോകുന്നുണ്ട്. അപ്പോൾ തരുൺ സർ അതിൻ്റെ ഡയറക്ടറും ജെയ്ക്ക് സാറും ഞാനും കൂടി ഇരുന്ന് ഈ സിനിമ റിലീസാവുന്നതിൻ്റെ ഐ തിങ്ക് ഒരു 10 days ഒക്കെ മുന്നേ കുറേ അപ്പോൾ തന്നെ തരുൺ സാറ് ബിറ്റ്സ് ഒക്കെ എഴുതി അങ്ങനെ കമ്പോസ് ചെയ്ത് കുറേ സ്ഥലത്ത് അങ്ങനെയും പാടിയിട്ടുണ്ട്. അപ്പോൾ തുടരും മൂവി മൊത്തത്തിൽ അങ്ങനെ ഒരു അതിൽ എൻ്റെ ഒരു വോയിസ് അതിൻ്റെ ഒരു മെറ്റഫർ വോയിസ് പോലെ ഒരു നേച്ചറിൻ്റെ ഒരു സൗണ്ട് പോലെ അങ്ങനെ ട്രീറ്റ് ചെയ്തിരുന്നു എന്നൊക്കെ ജെയ്ക്ക് സാറ് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ബിറ്റ്സ് ഇങ്ങനെ കുറെ വരുന്നത്. ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ട് എന്നുള്ളത് റിയാലിറ്റി ഷോ അന്ന് മനസ്സിലായതാണോ, അതോ വാസ് ഇറ്റ് എ ന്യൂ ഡിസ്കവറി? ഇത്രയും ഒരു ഡീപ്പൊക്കെ ആയിട്ട് ഒരു സംതിങ്. അത് എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഒരു ഡിസ്ക്രിപ്ഷൻ കേൾക്കുമല്ലോ, അപ്പോൾ നമുക്ക് ഓരോ സോങ് പാടുന്നതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കേൾക്കുമ്പോൾ പേമാരി ഒരു നേച്ചറിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ ഒരു കാടിൻ്റെ സൗണ്ട് എൻ്റെ മകനെ എങ്ങനെ ഉപദ്രവിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ആ ഒരു പവറും ആ ഒരു പെയിനും എല്ലാം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഐ ട്രൈ ടു ഗിവ് ആ ഒരു എനർജി. ഇപ്പോൾ ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കുന്നത് അനില എന്ന് പറയുമ്പോൾ ഈ പാട്ടാണോ? തീർച്ചയായിട്ടും. എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ അഗെയിൻ അങ്ങനെ കുറെ ഷീ ഹ്യൂമൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അങ്ങനെ ഇതൊക്കെ ഓർഗാനിക് ആയിട്ട് വന്നതാണ്. അപ്പൊ ഐ എം സോ ഹാപ്പി അങ്ങനെ ഇതിൽ നിന്ന് പിക്ക് ചെയ്തു, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വന്നു. അതിനുശേഷം കിട്ടുന്ന പാട്ടുകളൊക്കെ ഏകദേശം ആ ടൈപ്പാണോ, അതോ ആ ടൈപ്പും കിട്ടിയിട്ടുണ്ട്, ഫോക്ക് കൈൻഡും കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അല്ലാത്തതും ആക്ച്വലി ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ ഭീഷ്മർ എന്ന് പറഞ്ഞ ഫിലിമിലെ 2 പ്യുവർ നല്ല മെലഡീസ് ആണ് രഞ്ജിൻ രാജിന്റെ കമ്പോസിഷൻ. സോ അങ്ങനെ നല്ല മെലഡീസും ലക്കിലി കിട്ടിയിട്ടുണ്ട്. ടൈപ്പ് കാസ്റ്റ് ആവുന്നുള്ള പേടിയൊന്നുമില്ല? അങ്ങനെയില്ല. ഫൺ കുറച്ചൊരു ഫൺ ടോണില് പാട്ടല്ലേ ഓടും കുതിര ചാടും കുതിരല്ലേ ദുപ്പട്ട വാലി. ദുപ്പട്ട വാലി അത് ഒരു ബേസ് ആണെങ്കിലും
വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. കുറെ പേര് എൻ്റെ അടുത്ത് പറയാം അവർക്കൊക്കെ എന്തെങ്കിലും എപ്പോഴും ഒരു ഗോ ടു സോങ് ആണ് അവർക്കൊക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ എപ്പോഴും ദുപ്പട്ടവാലി കേട്ട ഒരു സുഖമുണ്ട്. അപ്പോൾ ജസ്റ്റിൻ ചേട്ടൻ്റെ കമ്പോസിഷനാണ്, ജസ്റ്റിൻ വർഗീസ്. അതും ഇതുപോലെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വേർഷൻ പാടിക്കാൻ എന്നെ വിളിച്ചതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ താൻ നിൽക്കൊന്നും വേണം ഇരുന്ന് പാടിക്കോ എന്നൊക്കെ പറഞ്ഞ് മൈക്കൊക്കെ സെറ്റ് ചെയ്ത്. അപ്പോൾ പടം ഇറങ്ങുമ്പോൾ ഞാൻ പിന്നെ അങ്ങനെ പടം ഇറങ്ങുമ്പോൾ ഫോളോ ചെയ്തില്ല. പടം ഇറങ്ങുന്നതിന് ഒരു 1 വീക്ക് മുന്നേ ജസ്റ്റ് ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു അതെ നമ്മൾ അന്ന് പാടിയത് സെറ്റാക്കി എന്നങ്ങ് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അതും വളരെ കാഷ്വൽ ആൻഡ് ഫൺ ആയിട്ടുള്ളൊരു സെഷനായിരുന്നു. ഞാൻ സഞ്ജിത്തിൻ്റെ കൂടെ സെക്കൻഡ് ടൈമാണ് അങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ ചെന്നൈയിൽ വെച്ചിട്ട് ഞാൻ പോയൊരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു, സരിഗമപ്പ. അപ്പോൾ അതിൽ ഞാനും സഞ്ജിത്തും ഒന്നിച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെയാണ്. അതിനൊരു അവാർഡും കിട്ടിയിട്ടുണ്ട്. മഴവിൽ മനോരമ മ്യൂസിക് അവാർഡ്സിന്റെ ബെസ്റ്റ് ഡ്യുവറ്റ് ഓഫ് ദ ഇയർ ആയിട്ട് സെലക്ട് ആയിരുന്നു. അങ്ങനെ അതിന്റെ മൂവിയുടെ വിഷ്വൽ ഓൾസോ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കല്യാണി ആൻഡ് ഫഹദിന്റെ കോംബോ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദുപ്പട്ടാലിയാ ഞാനും നീയും രാവും അമ്പിളിയും മൂടൽ മഞ്ഞും ചൂടിൻ കമ്പിളിയും കാറിൽ പാടും പാട്ടിൻ വരിയാകെ ഞാനോ തേടും നിന്നെ അതിലാകെ പാത്തു വന്നു ചൊല്ലുമെൻ്റെ കാതിലിങ്ങനെ കേട്ട പാടി ഉള്ളിതെൻ്റെ പൂത്തതെങ്ങനെ തൊട്ടാവാടി ദുപ്പട്ടാവാലി തൊട്ടപാട് ഉള്ളാകെ ഭോലി ഭാലി കയ്യാകെ മിന്നി മിന്നി രംഗോലി കണ്ണാകെ പൂക്കട പൂത്തിരി നിധിവാലി കണ്ണിടഞ്ഞുവോ അതിലുലഞ്ഞുവോ ചിരി വിരിഞ്ഞുവോ അതിലലിഞ്ഞുവോ രാവുറങ്ങണില്ല തീരെ മിഴിയാകെ കനവാണ് ദുപ്പട്ടാവാലി. എനിക്ക് റിയാലിറ്റി ഷോയിലാണ് സ്വന്തം ഡിസ്കവറി കുറെ നടന്നത്. അതെ, കുറെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. നമുക്ക് ഗൈഡൻസും ഉണ്ടല്ലോ. ഇപ്പൊ ഇവരെ പോലുള്ളവരൊക്കെ നമ്മളെ ഗൈഡ് ചെയ്യുമ്പോൾ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ സിംഗിങ്ങിൽ തന്നെ വരും. ശരത് സാർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ലെജൻഡ്സ് ആണ് അവരൊക്കെ. ഫസ്റ്റ് സിംഗിങ് ഓപ്പർച്യൂണിറ്റി ഒരു പ്ലേബാക്ക് സിംഗർ ആയിട്ട് കിട്ടിയത് ഓർമ്മയുണ്ട്? അത് ഇതിനൊക്കെ മുന്നേ ആണ്. അത് സത്യം പറഞ്ഞാൽ ഞാനായിട്ടൊരു എഫേർട്ടും എടുത്തിട്ടില്ല, ഇങ്ങോട്ട് വന്ന് ചേർന്നതെന്ന് പറയാം. എൻ്റെ അച്ഛൻ ആലപ്പിയിൽ ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ ആലപ്പുഴക്കാരനാണ് നമ്മുടെ ഫാസിൽ സാർ. അപ്പോൾ ഫാസിൽ അങ്കിൾ ഇങ്ങനെ ഫാസിൽ അങ്കിളിൻ്റെ ഒരു റിലേറ്റീവ് എന്തോ അച്ഛനെ കാണാൻ വന്നപ്പോൾ മോള് പാടും എന്നിങ്ങനെ പറഞ്ഞു. ഫാസിൽ അങ്കിൾ ഒരു ദിവസം വീട്ടിലേക്ക് വരും, ആലപ്പുഴയുള്ള വീട്ടിൽ വിളിച്ചു എന്നെ പാടിച്ചു. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ മൂവിയിലാണ്. അപ്പോൾ ആ മൂവിയിൽ അങ്ങനെ എം ജയചന്ദ്രൻ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ആ സാറിന് ഇഷ്ടപ്പെട്ടു. ആ പാട്ടൊരു കുട്ടികളുടെ ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ് പാട്ടാണ്. അതിൽ ത്രൂ ആയി. അങ്ങനെ അന്ന് എനിക്ക് തോന്നുന്നത് +2 എഞ്ചിനീയറിങ് ആ ഒരു ടൈമാണ്. അങ്ങനെ അല്ല അന്ന് എന്റെ ഫസ്റ്റ് ടൈം സ്റ്റുഡിയോയില് പാടിയിട്ടുണ്ട്. പക്ഷെ എന്റെ ഫസ്റ്റ് പ്ലേ ബാക്ക് ആണ്. അതും ഞാൻ ഗുരുതുല്യനായിട്ട് കരുതുന്ന ഒരാളാണ് എം ജയചന്ദ്രൻ സാറിന്റെ. ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള സാറിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ സാറും ഒരുപാട് ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനെ അതിൽ ആദ്യം ഒരു പല്ലവി പാടിയിട്ട് പിന്നെ ഫാസിൽ അങ്കിൾ എനിക്ക് തോന്നുന്നു എല്ലാവരെയും കേൾപ്പിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ എന്നൊക്കെ നോക്കിയിട്ട് പിന്നീടാണത് ഫുൾ വരുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കോളേജും അത് കഴിഞ്ഞിട്ട് ജോബിന്റെ ഇടയിലാണ് റിയാലിറ്റി ഷോയിൽ വരുന്നതും ഒക്കെ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇത് എപ്പോഴായിരുന്നു?
ബ്രേക്ക് എന്ന് പറയുന്നത്? നെക്സ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് ചെന്നൈയിൽ ചെന്നിട്ടാണ്. അപ്പോൾ അവിടെ തമിഴിൽ ഞാൻ ആദ്യം ചെന്നൈ പഴനി മാർച്ച് എന്ന് പറഞ്ഞൊരു മൂവിയിൽ വിജയ് സേതുപതി സാറിൻ്റെ ഒക്കെ പ്രൊഡക്ഷനിലുള്ളൊരു മൂവിയായിരുന്നു. അപ്പോൾ അതിൽ 2 സോങ്സ് പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹിപ്പ് ഹോപ്പ് തമിഴയുടെ കൂടെ സഞ്ജിത്ത് ഹെഗ്ഡെയുടെ കൂടെ ഒരു മലയാളം പോർഷൻ ആ ഒരു ദോം ദോം എന്ന് പറഞ്ഞൊരു സോങ്ങിൽ. അങ്ങനെ കുറച്ച് തമിഴ് വർക്ക്സ് ഒക്കെ പാടാൻ തുടങ്ങി. പിന്നെ ദിബു നൈനാൻ തോമസ്, ദിബു ചേട്ടൻ്റെ തന്നെ തമിഴ് നദി എന്ന് പറഞ്ഞൊരു മൂവിയിൽ നല്ലൊരു സോളോ, ഞാൻ കിളിയെ പാടുന്നതിന് മുന്നേ തന്നെ നല്ലൊരു സോളോ സോങ് അവിടെ പാടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ദീപു നൈനാൻ. ദിബു ചേട്ടന് എനിക്ക് കപിൽ എന്ന് പറഞ്ഞപ്പോൾ ചെന്നൈ ചെന്നിട്ട് ഞാൻ അവിടെയുള്ള മലയാളികളൊക്കെ ആരാണ്, എനിക്ക് അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് സ്റ്റുഡിയോസിലൊക്കെ കൊണ്ട് ഡെമോസ് എടുക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ കപിലിനെ അങ്ങനെ ഞാൻ പരിചയപ്പെട്ടു. കപിൽ ദിബു ചേട്ടന് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്യുന്ന. അപ്പോൾ കപിൽ ത്രൂ ആണ് ദിബു ചേട്ടനെ പരിചയപ്പെടുന്നതും ഈ ഒരു സോങ് പോകാതെ വരുന്നു. പിന്നെ ദിബു ചേട്ടൻ്റെ കുറേ ട്രാക്സ്, അതായത് ഒരു സ്ക്രാച്ച് വേർഷൻസ് ഒക്കെ എനിക്ക് അയച്ചു തന്ന് അങ്ങനെ പാടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ പോകാതെ വന്നത്. കിളിയെയും അങ്ങനെ തന്നെയാണ് വന്നത്. കിളിയെയും ARMൽ തന്നെ അങ്ങുവാനക്കോണിൽ ആ ഒരു സോങ് 2ൻ്റെയും സ്ക്രാച്ച് വേർഷൻസ് ഇങ്ങനെ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കിളിയെ ഫൈനലായി അതിൻ്റെ 5 ലാംഗ്വേജസിൽ പാടാനായിട്ടുള്ളൊരു ബ്ലെസ്സിങ് ആയിരുന്നു. പുള്ളിക്കാരൻ്റെ കൂടെ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഒരു റെക്കോർഡിങ് ആക്ച്വലി ഞാൻ അപ്പോഴത്തേക്കും കൊച്ചി വന്നു. അപ്പോൾ ഇവിടുന്നായിരുന്നു കൂടുതൽ റെക്കോർഡിങ് നടന്നിരുന്നത്. പക്ഷേ ദിബു ചേട്ടൻ്റെ റെക്കോർഡിങ് എപ്പോഴും പുള്ളി ഭയങ്കര ക്ലിയർ ആണ്. എന്താ വേണ്ടെന്നുള്ളത് ക്ലിയർ കട്ട് നമുക്ക് ഐഡിയ പറഞ്ഞു തരും. എന്താ സിറ്റുവേഷൻ, അങ്ങനത്തെ എല്ലാം, ഈവൻ ഒരു മൈന്യൂട്ട് സംഗതി പോലും എത്ര ക്ലാരിറ്റി എങ്ങനെയെന്നുള്ളത് അളന്ന് മുറിച്ച് കറക്റ്റായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്നുള്ളത് ഭയങ്കര ക്ലിയർ ആണ്. സോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ബ്രില്യൻ മ്യൂസിഷ്യനാണ് അദ്ദേഹം, ചെയ്ത എല്ലാം ഭയങ്കര ഹിറ്റാണ്. അങ്ങനെ ഒത്തിരി കവർ സോങ്സും ചെയ്യാറുണ്ടല്ലോ ഇതിനിടയ്ക്ക്. ലൈക്ക് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവ് ആണ്. കവർ സോങ്സ് ഒത്തിരി, എസ്പെഷ്യലി ഹിന്ദി കുറെ ചെയ്യുന്നത് ഞാൻ കണ്ടു. എനിക്കിഷ്ടമാണ് ഹിന്ദി. ഞാൻ ലതാജിയുടെ പാട്ടൊക്കെ എനിക്ക് കൊച്ചിലെ എൻ്റെ അച്ഛനും അങ്ങനെ ഹിന്ദി ഫാൻ ആയതുകൊണ്ട് അങ്ങനെ കുറെ ഹിന്ദി പാട്ട് കേൾക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഹിന്ദി ഒരു താല്പര്യമുണ്ട്. പിന്നെ കവർ സോങ്സ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഞാൻ ചെന്നൈ പോയ സമയത്താണെങ്കിലും എനിക്ക് വേറെ അങ്ങനെ ഗോഡ് ഫാദറോ അങ്ങനെ ആരും ഇല്ല. അപ്പോൾ നമ്മൾ എന്താണോ നമുക്ക് പാടാൻ പറ്റുന്നത് അത് കുറേയൊക്കെ നമ്മൾ സ്റ്റുഡിയോയിൽ കൊണ്ടു കൊടുക്കുമെങ്കിലും ഇപ്പം എല്ലാവരെയും നമുക്ക് മീറ്റ് ചെയ്യുന്നത് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ ഞാൻ കവേഴ്സിനെ എൻ്റെ ഒരു ഡെമോ എന്നുള്ളൊരു രീതിയിൽ കൂടെയാണ് എനിക്ക് പറ്റാവുന്ന വെർസറ്റൈലായിട്ടുള്ള പല പല ജോണേഴ്സിലുള്ള പാട്ടുകൾ ഞാൻ പാടിയിടുമായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എനിക്ക് കുറേ അങ്ങനെ വർക്ക്സ് ഒക്കെ അത് ത്രൂവും വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഒരു ഭയങ്കര ഹെൽപ്ഫുൾ. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒരുപാട് ടാലൻസിനെ സ്പോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. ഇപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നല്ല പാട്ടുകളൊക്കെ തോന്നുമ്പോൾ ഇടാറുണ്ട്.